സുരേഷ് ഗോപി സ്പോൺസർ ചെയ്ത്, BJP സ്പോൺസർ ചെയ്ത്, കോൺഗ്രസ് സ്പോൺസർ ചെയ്ത ഒരു പാവ സ്ത്രീകൾ തെരുവിലിറക്കി സമരം കേരളത്തിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം 3 തവണ അദ്ദേഹം റെയിൻകോട്ട് ഇങ്ങനെ മാറ്റി പറയരുത് കേട്ടോ. ആശാസമരത്തിന്റെ ചർച്ചയിൽ താങ്കൾ തുടക്കത്തിൽ വന്ന് അവരുടെ അനുഭവം പ്രകടിപ്പിച്ച് ആ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്ര വേഗം കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറയരുത്. വളരെ മോശമായി പോയി. തീർച്ചയായിട്ടും ആ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും. അല്ല പിന്നെ എന്ത് ഈ സ്പോൺസേഡ് സമരം എന്നൊക്കെ പറയുന്ന ആശമാർക്ക് സ്വന്തമായി സമരം ചെയ്യാനുള്ള ശേഷിയില്ല എന്നാണോ? അവർക്ക് അവരുടെ വിഷയത്തെക്കുറിച്ച് ധാരണയില്ല എന്നാണോ? അവരവരുടെ പട്ടിണിയിൽ നിന്നാണ് സമരം ചെയ്യുന്നത്. അല്ല സ്മൃതി അവരോടുള്ള അവരുടെ ഒത്തുതീർപ്പ് എത്തണമെന്നും അവരോടുള്ള സഹതാപവും ചർച്ച അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം ഉയർത്തിയിരുന്നു. പക്ഷെ അതോടൊപ്പം പറഞ്ഞ വേറൊരു വാചകമുണ്ട്, നിങ്ങളത് വിഴുങ്ങുക. കേന്ദ്ര സർക്കാരാണ് അവരെ അവഗണിക്കുന്നതെന്നും അതിനെതിരെയാണ് അവർ പ്രതികരിക്കുന്നതോട് പറഞ്ഞത്. നിങ്ങൾ വിഴുങ്ങിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് കൂട്ടലാണ് പ്രധാനപ്പെട്ട വിഷയമെന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അവരെ തൊഴിലാളികളായി അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങളും അവരെ തൊഴിലാളികളായി അംഗീകരിക്കില്ല എന്ന നിലപാടുമാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഓണറേറിയം കൂട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നിങ്ങൾ പറയുന്നു ഇൻസെന്റീവ് ആണ് കൂട്ടേണ്ടതെന്ന്, നിങ്ങൾ പറയുന്നു തൊഴിലാളിയായി ആദ്യം അംഗീകരിക്കുമെന്ന്. അവരെ സംബന്ധിച്ച് ഓണറേറിയം കൂട്ടണം, അവരുടെ ആവശ്യം സംസ്ഥാന സർക്കാരിനോടാണ്. അപ്പോൾ പറയുന്നു ഈ പറയുന്ന ആശമാർക്ക് നട്ടല്ലില്ല എന്ന്, കേന്ദ്രത്തോട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള നട്ടല്ലില്ല എന്ന്. കേന്ദ്രത്തോട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള നട്ടൽ ആർക്കാണ് ഇല്ലാത്തത്? ആശമാർക്കല്ലേ? എന്തിനാ എന്നെ തടയുന്നത്? കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സന്നദ്ധ സംഘടന ആ സേവകരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെങ്കിൽ അവർക്കല്ലേ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ 10 ലക്ഷം ഞാൻ ഇന്നലത്തെ കാര്യം പറഞ്ഞല്ല, അവിടെ ആ അംഗീകാരം കിട്ടിയിട്ട് വേണ്ടെന്നേ ഇവിടെ ഓണറേറിയം കൂട്ടാൻ. എന്തിനാണ് വെറുതെ ഇനി ആ ചർച്ചയിലേക്ക് പോകുന്നത്? ദിവസവും അത് തന്നെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അടുത്ത ദിവസം നമുക്ക് അതിലിരിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം ഞങ്ങളല്ലേ. ഇന്നലെ സുരേഷ് ഗോപി പറയിപ്പിക്കാതെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് പ്രസക്തി നഷ്ടപ്പെട്ടില്ലേ? അല്ലല്ല, സുരേഷ് ഗോപി അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോൾ ഇനി തീരുമാനമായിട്ട് വന്നാൽ മതി എന്ന് അവർ തന്നെ പറയുകയാണ് ഉണ്ടായതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.